ഇപ്പോൾ കൊല്ലത്തും വലിയ രീതിയിലുള്ള സംഘർഷമുണ്ട് എന്നാണ് ലിജോ അവിടെ നിന്നും റിപ്പോർട്ട് തരുന്നത്. ലിജോ, കൊല്ലത്ത് എവിടെയാണ് പ്രവർത്തകർ സംഘർഷം ഉള്ളത്? ലിജോ, ഇപ്പോൾ എവിടെയാണ്? കൊല്ലത്തെ അവസ്ഥ എന്താണ്? അജി, കൊല്ലത്തും SFIയുടെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്തൊരു പ്രതിഷേധമാണ് ഏകദേശം 2 മണിക്കൂറായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊല്ലത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം വന്നത്. ബാരിക്കേഡൊക്കെ വെച്ചുകൊണ്ട് പോലീസ് അതിനെ തടയാൻ ശ്രമിച്ചെങ്കിൽ അതിന് കഴിഞ്ഞില്ല. പ്രവർത്തകരെല്ലാം ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ആ പോസ്റ്റ് ഓഫീസിന്റെ പ്രധാന വാതിലിന് മുന്നിൽ കുത്തിയിരുന്ന് ഒരു ഘട്ടത്തിൽ വാതിൽ അടിച്ചു തകർക്കാനൊക്കെ ഒരു ശ്രമം നടത്തിയെങ്കിലും അതിന് കഴിയാതെ പോകുകയായിരുന്നു. തുടർന്ന് ഈ ചിന്നക്കടയിൽ ഈ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടൊരു പ്രതിഷേധവുമായാണ് മുന്നോട്ട് പോയത്. 4 തവണയായാണ് പോലീസ് ഇവിടെ എത്തിയവരെല്ലാം പോലീസ് 4 തവണയായിട്ടാണ് അറസ്റ്റ് ചെയ്ത് മാറ്റാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഈ പോലീസ് ഇതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തിട്ടുള്ളത്. വീണ്ടും അതായത് 4 തവണ പ്രവർത്തകർ, ഏകദേശം 100-ലധികം വരുന്ന പ്രവർത്തകരെയാണ് നേരത്തെ അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. വീണ്ടും ബാക്കിയുള്ള പ്രവർത്തകരും സംഘടിച്ചെത്തി ദേശീയപാത ഉപരോധിക്കാൻ ശ്രമിക്കുന്നു. പോലീസ് കൂടുതൽ എത്തിക്കൊണ്ട് അവരെല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. അതായത് ഈ കേരള സർവകലാശാല VC-ക്കെതിരെയും ഒപ്പം തന്നെ ഗവർണർക്കെതിരെയും ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ശക്തമായൊരു പ്രതിഷേധം SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലത്തും സംഘടിപ്പിച്ചത്. 100 കണക്കിന് പ്രവർത്തകർ എത്തുകയും പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ടായിരുന്നു ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ചാടിക്കടന്നത്. അവിടെ നിയന്ത്രണാക്കം നഷ്ടപ്പെടുകയും ഏകദേശം 1 മണിക്കൂറോളം അവിടെ കുത്തിയിരുന്ന ഒരു പ്രതിഷേധം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 100-ലധികം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ബാക്കിയുള്ളവരെ ഇപ്പോൾ പോലീസ് ചെറിയ വാഹനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പ്രതിഷേധങ്ങൾക്ക് അടുക്കുന്നത് കൊണ്ട് തന്നെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള കൂടുതൽ പോലീസിനെയും വാഹനങ്ങൾ ഉൾപ്പെടെ അവിടേക്ക് മാറ്റിയതായിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. SFI ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഗതാഗതം, അതായത് ചിന്നക്കട വഴിയുള്ള ദേശീയപാത വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ACPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം തന്നെയായിരുന്നു ഈ പ്രതിഷേധത്തെ നേരിടാനായി കൊല്ലത്തും ഒരുക്കിയിരുന്നത്. അജി.